മലയാളം ചാനലിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ചാനലിലും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ പേര് എന്നോട് എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴേക്ക് കമൻറ്റ് ബോക്സിൽ കാണാം, ചേച്ചി എന്താണ് വെയിറ്റ് കുറയാനായിട്ട്, അതായത് നമ്മുടെ വയറ് കുറയാനായിട്ട് ചെയ്തത് എന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനത്തത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് വയറ് കുറയാൻ ചെയ്തത് ഡയറ്റും പിന്നെ എക്സസൈസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ അതിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ സി സെക്ഷൻ ആയിരുന്നു, രണ്ടും സി സെക്ഷൻ ആയിരുന്നു, 2 ഡെലിവറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയറ് കുറയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സി സെക്ഷൻ ആണ്, അപ്പോൾ അവരെന്ത് ചെയ്തിട്ടും വയറ് കുറയുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമൻറ്റിൽ. അപ്പോൾ അവർക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഫുള്ളായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ മെയിനായിട്ട് ചെയ്തത് ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസുകൾ, വർക്കൗട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ചെയ്തത്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ കാണിച്ചു തരാൻ പോകുന്നതാണ്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഈ ഒരു സംഭവത്തിനെ പറ്റി. ആക്ച്വലി ഞാൻ ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 7 days ചലഞ്ച് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഞാനത് ഫുള്ളായിട്ട് ചെയ്യും, അതിലാണ്ട് മുഴുകിയിട്ട് നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ എനിക്ക് ഉണ്ടാവാറില്ല. അപ്പം അങ്ങനെ കുറേ മിസ്സായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ലേറ്റ് ആക്കിപ്പിക്കേണ്ട, നമുക്ക് വേഗം തന്നെ വീഡിയോ ചെയ്യാം. ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വ്യൂവേഴ്സിന് അത് എന്താ പറയുക നല്ലൊരു സംഭവമാണ്. അപ്പം അത്രയും നല്ല സംഭവം ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഒരു 7 days ചലഞ്ച് ചെയ്യാതെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പലർക്കും അറിയാമെന്നുണ്ടാവും ആ ഒരു വീഡിയോ കണ്ടവർക്ക്. ഈ ഒരു ഹോളോ ഹൂപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ ഒരു എന്താ പറയുക നമ്മുടെ തേരട്ട പോലത്തെ സംഭവമാണ്. പക്ഷെ ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാലാണ് ഇതിൻ്റെ ആ ഒരു ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഇമ്പോർട്ടിക്കയുടെ ഹോളോ ഹൂപ്പാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെയല്ല ആക്ച്വലി വരുന്നത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പീസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മുടെ വേസ്റ്റിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമ്മളത് ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പം ഞാനത് അങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ വേസ്റ്റ് സൈസിനനുസരിച്ചിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബോൾ വരുന്നുണ്ട് കണ്ടോ. ഈ ഒരു ബോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു എന്താ പറയുക മണലാണ്, നല്ല ഖനുണ്ട് കേട്ടോ ഈ ഒരു ബോൾ. ഇതിനുള്ളിൽ മണലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഹുക്കും ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാ ഇവിടെ ഒരു ചക്രം ഉണ്ട് കേട്ടോ. ഈ ചക്രം നമ്മൾ വേസ്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വേസ്റ്റ് സൈസ് കുറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ഇത് നിങ്ങൾക്ക് കാണാണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം കണ്ടോ ഒരു സ്പ്രിങ് ആക്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ചക്രം ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ചിട്ട് ഇത് നമ്മുടെ ആ ഒരു മസിൽസിനെ എല്ലാം ഒന്ന് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ വേസ്റ്റ് മസിൽസിനെ നന്നായിട്ട് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. ആ ഒരു ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ ആ മസിൽസൊക്കെ നല്ല പെയിൻ ഉണ്ടാവും ഒരു 2-3 ദിവസമൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മുടെ വേസ്റ്റ് സൈസ് കുറയ്ക്കുന്നത്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് സൈസ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡെലിവറിക്ക് മുന്നേ എങ്ങനെയാണോ നമ്മുടെ ഷേപ്പ് ഉണ്ടായിരുന്നത് ആ ഒരു ഷേപ്പിലേക്ക് ബാക്ക് ടു ആ ഷേപ്പിലേക്ക് വരും എന്നാണ് അവർ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സംഭവം കണ്ടോ. പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ 30 minutes ഡെയിലി നമ്മൾ 30 minutes ഈ ഒരു വർക്കൗട്ട് ചെയ്യണം. എങ്കിലാണ് അതിൻ്റെ ആ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ധൃതി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പല സമയത്തും എടുക്കാൻ മറന്നു പോകുന്നത്. നമ്മുടെ 7 days ചലഞ്ച് അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയത് കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് നല്ല റിസൾട്ടാണ് വന്നത് ഈ ഒരു ഹോളോ ഹൂപ്പ് യൂസ് ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ 7 days യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വേസ്റ്റ് സൈസ്, അതായത് ഇത് ഈ ഒരു വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ വേസ്റ്റ് സൈസ് മെഷർ ചെയ്യുക ടേപ്പ് വെച്ചിട്ട്. അതിനുശേഷം 7 days കഴിഞ്ഞിട്ട് നമ്മൾ വേസ്റ്റ് സൈസ് മെഷർ ചെയ്യുക. അപ്പോൾ ഒരു ഇഞ്ചിലെങ്കിലും ഡിഫറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ഈ സംഭവം വാങ്ങിച്ച ആ ക്യാഷ് നമുക്ക് തിരിച്ചു തരുന്നതാണ് കേട്ടോ അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതും ഇമ്പോർട്ടിക്ക പറയുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സംഭവം കണ്ടോ.
ഇങ്ങനെയൊക്കെ പോകും. അതാണ് ഞാൻ പറഞ്ഞത് തേരട്ടട പോലെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് സംഭവം. നല്ല പിങ്ക് കളറിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ടോ, ആക്ച്വലി ഇവിടെ ഒരു സംഭവമുണ്ട്. നമുക്കിത് ഇങ്ങനെ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അൺലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനം നമ്മളിതാ ഇങ്ങനെ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് വിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ, അതായത് ഈ ഒരു ഭാഗത്ത് നമ്മളിത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ടൈറ്റൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലോക്കായി കേട്ടോ. ഇനി ലോക്കായതിനു ശേഷം ഈ ഒരു ബ്ലാക്ക് കളർ സംഭവം നമ്മളൊന്ന് ഇതൊരു എന്താ പറയുക, കാന്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളത് വെയർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നമ്മളൊന്ന് ജസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ബാക്കിലോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഹോളോ ഹൂപ്പിൻ്റെ ടെക്നിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് ഒന്ന് മനസ്സിലായാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാല് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വെക്കുക. എന്നിട്ട് അതിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഒരു പോർഷൻ നന്നായിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു ബോൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ചുറ്റിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ ചെയ്തത്. അപ്പം ഇനി ഇത് എങ്ങനെയാണ് അഴിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞതുപോലെ ഇത് അൺലോക്ക് ചെയ്യുക, എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അഴിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഞാൻ പ്രഗ്നൻസി, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വയറുതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, അത്യാവശ്യം ഞാൻ നന്നായിട്ട് എന്താ പറയുക വർക്കൗട്ട് എന്തൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും കുറഞ്ഞ് കിട്ടിയത് കേട്ടോ. അപ്പം ഇനി കുറച്ചും കൂടി ഉണ്ട്, ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടി ഉണ്ട്, ബാക്കി ഫുള്ളായിട്ട് കുറഞ്ഞു കണ്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. വളരെ ഈസിയാണ്, നമുക്ക് ഒരു എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് ഫ്രീ ടൈം കിട്ടുകയൊക്കെ ആണെങ്കിൽ ഈവനിങ് അങ്ങനെ ടൈമൊന്നുമില്ല, നമുക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ഒരു 30 മിനിറ്റ്സ് മാക്സിമം ഒരു 20 മിനിറ്റ്സ് ടൈം കിട്ടിയാൽ മതി, നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ കറണ്ട് വെയിറ്റ് ഞാൻ പറയാം. എൻ്റെ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് 70.85 ആണ് കേട്ടോ. ഞാൻ നേരത്തെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു 72, 71 ആണെന്നുള്ളത്, എനിക്ക് അങ്ങനെയാണ് തോന്നണത്. അപ്പം ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് 70.85 ആണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ എനിക്ക് വെയിറ്റിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പം ഇത് മാത്രം ചെയ്തതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇതൊരു എന്താ പറയുക, നമുക്ക് വേസ്റ്റ് സൈസ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് മാത്രം ഇതിനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫോളോ ചെയ്യണം, എങ്കിലൊക്കെയാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു 20 മിനിറ്റ്സ് ഇതിന് ടൈം കാണുന്നെ വേണം ഡെയിലി, എങ്കിലാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. ഒരു 7 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വേസ്റ്റ് സൈസിൽ കുറവ് വരും. അപ്പോൾ ആദ്യം നിങ്ങൾ ജസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് നോക്കണം വെയിറ്റ് സൈസൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവരുടെ നമ്പറൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എൻ്റെ സമയത്ത് തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറ്, അതായത് എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ വയറ് കുറയുന്നില്ല, തടി കുറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം നമ്മുടെ ചാനലിൽ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം കുറേ പേര് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, എനിക്ക് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. പക്ഷേ കമൻറ്റ് ചെയ്യുന്നവരൊന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.